ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഏട്ടന് രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ രാവിലെ ഗോതമ്പ് ദോശയും പിന്നെ സോയ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. ദോശ ഞാനുണ്ടാക്കി, ഏട്ടൻ സോയ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാം, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസ് എല്ലാം പോയിട്ട് ഒന്ന് കണ്ടു നോക്കുക. ഏട്ടൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ രാവിലെ എണീറ്റ് ഇതെല്ലാം ഉണ്ടാക്കി. അങ്ങനെ ഏട്ടൻ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഞാൻ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് ഞാൻ അടുക്കളയെല്ലാം അടിച്ച് വാരി നോക്കുമ്പോൾ വൃത്തിയാക്കേണ്ടതിനും പിന്നെ ഞാൻ നേരെ വൃത്തിയാക്കാൻ കയറി. നമ്മളിന്ന് ഉച്ച ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മളിന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടേനും. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഉച്ചക്കൊന്നും ഉണ്ടാക്കേണ്ട, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ഞാനിത് ഗ്യാസെല്ലാം വൃത്തിയാക്കാൻ വന്ന്. ആ സോസിൻ്റെ ഇതെല്ലാം ചില്ലിയിലാക്കുമ്പോൾ അതും വന്നിട്ടുണ്ടേനു സ്റ്റൗവിൻ്റെ മേലെ. പിന്നെ ദോശയാക്കുമ്പോൾ ദോശ മാവെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഞാൻ വൃത്തിയാക്കി. അത് ഞാനങ്ങനെ സ്ക്രബ് ഇട്ടിട്ട് അങ്ങനെ ഉരക്കാറില്ല, തുണി വെച്ചിട്ട് തന്നെ തുടച്ചെടുക്കലാണ്. അങ്ങനെയാണ് അതെല്ലാം വൃത്തിയാക്കുമ്പോഴത്തേക്ക് വേസ്റ്റ് വണ്ടീൻ്റെ സൗണ്ട് കേട്ട് പാട്ട് വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വേഗം പോയി ഡ്രസ്സൊന്ന് മാറ്റി. അങ്ങനെ പോയി ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി വന്ന് വേസ്റ്റെല്ലാം അവിടെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് അമ്മ പോയിട്ട് ഇവിടെയല്ലേ കൊണ്ടുവന്ന്. അങ്ങനെ വേസ്റ്റ് വണ്ടിയെല്ലാം വന്ന് ഞാൻ കുട്ടീനെ ഓനെ വേസ്റ്റ് വണ്ടീൻ്റെ സൗണ്ട് പാട്ട് വെച്ചാൽ കേട്ടിട്ട് ഓനും കൂടി വരണ്ടിയിട്ട് അപ്പോൾ ഓന് വന്നിട്ടുണ്ടേനു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി വേസ്റ്റെല്ലാം ഇട്ട് വന്നിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെയും വൃത്തിയാക്കാൻ തുടങ്ങി. പിന്നെ ഉച്ചക്കൊന്നും അങ്ങനെ പണിയില്ലാത്തതുകൊണ്ട് ഇന്ന് കുറച്ച് ക്ലീനിങ് കൊണ്ടേനും. പിന്നെ കുട്ടിക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഈ മിക്സഡ് നട്ട്സ് എല്ലാം വെച്ചിട്ട് കുറച്ച് പൗഡർ ആക്കിയിട്ടുണ്ടേനു. അണ്ടിപ്പരിപ്പ്, ബദാം, പംകിൻ സീഡ് അങ്ങനത്തെ എല്ലാം വെച്ചിട്ട് പൗഡർ ആക്കിയിട്ടുണ്ടേനു. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ട് അതാക്കാന്ന് വെച്ചാൽ അങ്ങനെ എല്ലാം വൃത്തിയാക്കി. പിന്നെ ഈ സ്റ്റിക്കർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ വലിയ യൂസായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ പശയെല്ലാം ഇളകിയിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആടെ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ എല്ലാം പശ പറിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇളകിയത് മാത്രം ഇളക്കി വെച്ചിട്ടുണ്ട് നല്ലോണം. അങ്ങനെ ഞാൻ ഇവിടെയുള്ള സീഡ്സും നട്ട്സും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ബദാമെല്ലാം എടുത്തിട്ട് ഞാൻ പിന്നെ ഒരു കുറച്ചെല്ലാം ഏകദേശം ഒരളവിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് വറുത്തിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ടുള്ളത്. അധികം തീ കൂട്ടാണ്ട് ചെറിയൊരു മീഡിയം ലോ ഫ്ലെയിമിലായിട്ട് അങ്ങനെ എല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണുള്ളത്. അങ്ങനെ ചൂടാക്കി എടുത്തിട്ട് പൊടിച്ചിട്ട് വെക്കുന്നുണ്ട്. അവൻ കുടിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് പൊടിച്ച് വെച്ചെങ്കിലും, പക്ഷേങ്കിൽ ഓന് അങ്ങനെ പാലിൽ കലക്കിയിട്ട് കുടിക്കാൻ അവന് ഇഷ്ടമായിട്ടില്ല. വെറുതെ ഇങ്ങനെ മറ്റേ നമ്മൾ ഹോർലിക്സ് തിന്നുന്ന പോലെ കയ്യിലിട്ടിട്ട് അങ്ങനെ മാത്രമേ ഓനിപ്പം കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഉരുട്ടിയിട്ട് ഈ ലഡു പോലെ ആക്കിയിട്ട് ഇനി നെയ്യോ വെണ്ണയോ കൂടി കൂട്ടിയിട്ട് ഉരുട്ടിയിട്ട് തന്നെ കൊടുത്ത് നോക്കണം. പിന്നെ ഞാൻ ഈ പിസ്തെല്ലാം പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ തോട് കളഞ്ഞിട്ട് അതിൻ്റെ മേലെയുള്ള ആ തൊലിയെല്ലാം ഒന്ന് നുറുക്കിയിട്ട് എടുത്തിട്ട് അതെല്ലാം ഒന്ന് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ പൗഡർ ആക്കുന്നതിൻ്റെ വീഡിയോയിൽ ഞാൻ കുറേ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ആക്കുന്നത് വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വെച്ചെന്താ കുട്ടിക്ക് ആക്കി കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ എല്ലാം സെർച്ച് ചെയ്ത് ശരി ഞാൻ ആദ്യമായിട്ടാക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടെ ഇതെല്ലാം വെറുങ്ങനെ കഴിക്കുന്നുണ്ടെന്നല്ലാണ്ട് ഇതുപോലെ പൊടിച്ചിട്ടൊന്നും കൊടുക്കുകയില്ല പാലിൽ. ഇപ്പം പാൽ ഓൾറെഡി കുടിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പാലിൽ കൊടുത്ത് നോക്കാം. അങ്ങനെയൊന്നും കുറച്ചൊന്നും ചെല്ലുന്നുണ്ടെങ്കിൽ ഈ പംകിൻ സീഡൊന്നും കഴിക്കലില്ല, അത് പാലിൽ കൂടെ ചെല്ലുന്ന ഞങ്ങൾ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ പാലിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഉച്ചക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്നതാണ്. കുളിച്ച് ഏട്ടൻ വരുമ്പോഴത്തേക്ക് തന്നെ ഞാനും മോനും കുളിച്ചിട്ടെല്ലാം മാറ്റി നിന്നിട്ടുണ്ടേനും. പിന്നെ ഏട്ടൻ കുളിച്ച് അങ്ങനെ നമ്മൾ പോകുന്നതാണ്. ഇപ്പോൾ ഇത് ശിവാജി സർക്കിളാണ്. ഇപ്പോൾ ഇത് നിറയെ സർക്കിൾ നിറയെ ഇതുപോലുള്ള ബലൂണും പിന്നെ പട്ടത്തിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പട്ടം ഇഷ്ടം പോലെ പട്ടമുണ്ട്, എല്ലാവരുടെയും പട്ടമുണ്ട്. ഇപ്പോൾ ലൈനിൻ്റെ മേലെല്ലാം കുടുങ്ങി കിടക്കുന്ന പട്ടം. പിന്നെ അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് പോകുമ്പോൾ തന്നെ ഇപ്പം പട്ടം വേണം ബലൂണ് വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു തിരിച്ച് പോകുമ്പം വാങ്ങാം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങാമെന്നെല്ലാം പറഞ്ഞു. നമ്മൾ പറഞ്ഞതെല്ലാം മനസ്സിലാകുന്നുണ്ട്. പോകുമ്പോൾ കണ്ടിട്ട് വാശി പിടിക്കുന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിനിരുന്ന്. ഓനങ്ങനെ വലുതായിട്ടൊന്നും ഭക്ഷണം കഴിച്ചിരുന്നില്ല, കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ പായസം കുടിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ആ ഒരു കുട്ടി ഉണ്ടേനു,
ഓളെ കൂടെ കളിക്കേണ്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കഴിപ്പിച്ചിട്ട് കുട്ടീൻ്റെ കൂടെ കളിക്കേണ്ടിയിട്ട് നമ്മളങ്ങനെ വിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ച് പിന്നെ കെട്ടിപ്പിടിക്കലും കുട്ടീനെ ഉമ്മവെക്കലെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ റൂമിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ഇന്ന് എന്തോ CMO MPയോ അങ്ങനെ ആരോ വരുന്നത് കൊണ്ട് റോഡ് ക്ലിയർ ആക്കേണ്ടിയിട്ട് പോലീസുകാരെല്ലാം റോഡ് നിറയെ ഉണ്ടേനു. അപ്പോൾ എയർപോർട്ടിലേക്കാണ് വരുന്നതെന്ന് എയർപോർട്ടിലേക്കാണ് തോന്നുന്നു പോകുന്നത്. പിന്നെ വൈകുന്നേരം 5 മണിക്ക് കുറച്ച് ആൾക്കാർ കൂടി എയർപോർട്ടിലേക്ക് പോകേണ്ടി വരും എന്നട്ടം പറഞ്ഞിട്ടുണ്ടേനു. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പട്ടം ഇതാ നിറയെ എല്ലാവരും പട്ടാന്ന്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. രാത്രിത്തേക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയും ഉള്ളി വാട്ടുകയും ചെയ്തേ. അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉള്ളിക്കറിയെല്ലാം കഴിച്ച് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൊതുകായതുകൊണ്ട് പിന്നെ നമ്മൾ നെറ്റിൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാത്രിയാണ് വന്നത്. അങ്ങനെ രാത്രി വന്നിട്ട് ഏട്ടൻ അങ്ങനെ പോയിട്ട് വാങ്ങി നമ്മൾ ഇത് പൊളിക്കുന്നതാണ്. ഭയങ്കരമായിട്ട് കൊതുകിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മോൻ്റെ കൈയും പിന്നെ മുഖം നിറയെ എല്ലാം കൊതുക് കടിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുരു പൊന്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ ബാറ്റും എടുത്ത് നമ്മളിങ്ങനെ കാവൽ നിന്ന് കുറച്ച് നേരം ഞാൻ ഉറങ്ങും, കുറച്ച് നേരം ഏട്ടൻ ഉറങ്ങും. അങ്ങനെ 3-4 ദിവസം അങ്ങനെ ഉറങ്ങാനേ പറ്റിയിട്ടില്ലേനു. പകൽ വരെ ഇങ്ങനെ ഉറക്കം തൂക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കൊതുകെന്ന് വെച്ചിട്ടാകുമ്പോൾ വല്ലാത്ത കൊതുകേനു, കുഞ്ഞ് കാണാത്ത കൊതുകാണ്. അപ്പോൾ അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ ഏട്ടൻ അത് ഓർഡർ ചെയ്ത് 3-4 ദിവസം കൊണ്ട് തന്നെ വന്നിട്ടുണ്ടേനു. അങ്ങനെ ഇത് കിട്ടിയിട്ട് ഇതെല്ലാം വിരിച്ച് കഴിഞ്ഞപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ മുന്നേയുള്ള വീഡിയോസിലൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഇതുപോലുള്ള ഗുജറാത്തിലെ വിശേഷങ്ങളും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫായിട്ട് വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം. താങ്ക്